ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നിർഭാഗ്യമാണ് അയാൾ പുറത്താക്കി. അല്ലെങ്കിൽ ഇപ്പോ സമസ്തന്റെ 100ാം വാർഷികം പ്രഖ്യാപിക്കേണ്ടത് അയാളായിരിക്കും. അത്ര സീനിയോറിറ്റിയുള്ള, അത്ര കഴിവുള്ള ആളാണ്. അത്ര സീനിയോറിറ്റി സമസ്തയിൽ പാരമ്പര്യം, അത്രമാത്രം കഴിവും. ഇന്ന് സമസ്തയെ ഒന്നിച്ചു നയിക്കാൻ മാത്രം കഴിവുള്ള ആളാണ്. കഴിയെങ്കിൽ അയാൾ ഇതിനെ യോജിപ്പിക്കാൻ വേണ്ടത് ഈ സമയത്ത്. ജാതിയൊക്കെ നടത്തിയല്ലോ, 2 ജാഥ കഴിഞ്ഞു. അയാളെ ജാതി മോശമൊന്നല്ല, ഗംഭീര ജാതിയാണ് നടത്തിയത്. നമ്മൾ സമ്മതിക്കണം അല്ലേ? തിരുവനന്തപുരത്തേക്ക് എന്താ ജനക്കൂട്ടം, അസൂയ തോന്നും കണ്ടാൽ. എറണാകുളത്തെ സമ്മേളനം തീരുമാനിച്ചു, തകൃതിയായി ഒരിക്കൽ നടക്കുക. ഇവിടുന്നൊക്കെ എത്ര വാഹനമാണ് അങ്ങോട്ട് ബുക്ക് ചെയ്തത്. ഞങ്ങൾ ഭയപ്പെട്ടു പോയി, ആ സമ്മേളനം വിജയിച്ചാൽ പിന്നെ നമ്മളെ കഥ കഴിഞ്ഞു. ഞാൻ അപ്പുറത്ത് കാന്തപുരമുള്ളത്, ജനങ്ങളും കൂടി കാന്തപുരത്തിന്റെ കൂടെ കൂടിയാലുള്ള കോല, ജനങ്ങൾ കൂടാഞ്ഞിട്ടുള്ള കോല നമ്മൾ കാണുന്നില്ലല്ലോ. ജനങ്ങളും കൂടി കൂടിയാലുള്ള കോല എന്തായിരിക്കും? അവിടെ തന്നെ പഠിപ്പിച്ചു, അവിടെ തന്നെ പഠിപ്പിച്ചു. അതാണ് ശേഖനാശംസയുടെ വാദങ്ങൾ. അപ്പൊ ഞാൻ പറയുന്നത്, അങ്ങനെയുള്ള ആലിമീങ്ങൾ തെരഞ്ഞെടുത്ത 2 മഹാരഥന്മാരാണ് ബാഫക്കിത്തങ്ങളും കുപ്പയത്തങ്ങളും. അപ്പോ കുറെ കാലം കഴിഞ്ഞ് നമ്മളെ എല്ലാ മുന്നേറ്റവും കഴിഞ്ഞു. അവസാനം 88 89 എപ്പോഴാ നമ്മൾ അബ്ദുറഹ്മാൻ അധ്യക്ഷ പ്രസംഗത്തെ സൂചിപ്പിച്ച 89. ആ 89-ൽ നമ്മളെ 5-6 ആളുകളെ പുറത്താക്കി. അതിലൊന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. നിർഭാഗ്യമാണ് അയാൾ പുറത്താക്കി. അല്ലെങ്കിൽ ഇപ്പോ സമസ്തന്റെ 100ാം വാർഷികം പ്രഖ്യാപിക്കേണ്ടത് അയാളായിരിക്കും. അത്ര സീനിയോറിറ്റിയുള്ള, അത്ര കഴിവുള്ള ആളാണ്. അത്ര സീനിയോറിറ്റി സമസ്തയിൽ പാരമ്പര്യം, അത്രമാത്രം കഴിവും. ഇന്ന് സമസ്തയെ ഒന്നിച്ചു നയിക്കാൻ മാത്രം കഴിവുള്ള ആളാണ്. കഴിയെങ്കിൽ അയാൾ ഇതിനെ യോജിപ്പിക്കാൻ വേണ്ടത് ഈ സമയത്ത്. ശേഖന ശംസുല്ലമ ആഗ്രഹിച്ചിരുന്നല്ലോ യോജിപ്പിക്കും. ശംസുല്ലമ ആഗ്രഹിച്ചിരുന്നു. ഞാൻ ചന്ദ്രികയിൽ എഴുതിയിട്ടില്ലേ? ശേഖന വഫാത്തിന് ശേഷം കാന്തപുരത്തിന്റെ പുസ്തകത്തിലുണ്ട്, കാന്തപുരം എഴുതിയിട്ടുണ്ട്. ശേഖന അവസാന കാലത്ത് ഐക്യം ആഗ്രഹിച്ചിരുന്നു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം ശേഖനയുടെ വഫാത്തിന് ശേഷം ചന്ദ്രയിൽ അബ്ദുറഹ്മാൻ കല്ലായി എഴുതിയിട്ടുണ്ട് എന്ന് കാന്തപുരത്തിന്റെ പുസ്തകത്തിൽ, അയാൾ സ്വയം ജീവചരിത്രം എഴുതിയിട്ടില്ല, ആ പുസ്തകത്തിൽ. അപ്പൊ ഞാൻ പറയുന്നു, ഇപ്പൊ ജാതിയൊക്കെ നടത്തിയല്ലോ, 2 ജാഥ കഴിഞ്ഞു. അയാളെ ജാതി മോശമൊന്നല്ല, ഗംഭീര ജാതിയാണ് നടത്തിയത്. നമ്മൾ സമ്മതിക്കണം അല്ലേ? തിരുവനന്തപുരത്തേക്ക് എന്താ ജനക്കൂട്ടം, അസൂയ തോന്നും കണ്ടാൽ. അപ്പൊ ഞാൻ പറയുന്നത്, അവരെ പുറത്താക്കി. അവർ നമുക്കെതിരെ വെല്ലുവിളി ഉയർത്തി. SYSന്റെ സമ്മേളനം പ്രഖ്യാപിച്ചു എറണാകുളത്ത്. നാട്ടിക മുസംസാർ മറ്റൊരു സമ്മേളനം തൃശ്ശൂരിൽ പ്രഖ്യാപിച്ചു. തൃശ്ശൂരല്ലേ പ്രഖ്യാപിച്ചത്? തൃശ്ശൂർ. ഇവർക്കൊന്നും ഓർമ്മ ഉണ്ടായി, ഇതൊന്നും ചിലപ്പോൾ ജനിച്ചിട്ടുണ്ടാവില്ല. നാട്ടിക അവിടെയും പ്രഖ്യാപിച്ചു. സമസ്ത മുഷാവറ മീറ്റിംഗ് കൂടി 2 സമ്മേളനം മാറ്റിവെക്കാൻ പറഞ്ഞു, ഭിന്നിപ്പ് ഒഴിവാക്കാൻ. നാട്ടികയും ഞങ്ങളൊക്കെ മാറ്റിവെച്ചു. പക്ഷേ ബഹുമാന്യ കാന്തപുരം മാറ്റിവെച്ചില്ല. എറണാകുളത്തെ സമ്മേളനം തീരുമാനിച്ചു, തകൃതിയായി ഒരിക്കൽ നടക്കുക. ഇവിടുന്നൊക്കെ എത്ര വാഹനമാണ് അങ്ങോട്ട് ബുക്ക് ചെയ്തത്. നമ്മുടെ ഉമറാക്കൾ എറണാകുളത്തേക്ക് ഒരുപാട് വാഹനങ്ങൾ. കണ്ണൂർ ജില്ലയിൽ നിന്ന്, അന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലയില്ല, അന്ന് കണ്ണൂർ ജില്ലയിൽപ്പെട്ടതാ കാസർഗോഡ്. എന്തുണ്ടാ? 84 ഉണ്ടല്ലേ? അപ്പൊ കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് നിന്നൊക്കെ ഒരുപാട് വാഹനങ്ങൾ, കോഴിക്കോട് നിന്നും മലപ്പുറത്തും. ഞങ്ങൾ ഭയപ്പെട്ടു പോയി, ആ സമ്മേളനം വിജയിച്ചാൽ പിന്നെ നമ്മളെ കഥ കഴിഞ്ഞു. ഞാൻ അപ്പുറത്ത് കാന്തപുരമുള്ളത്, ജനങ്ങളും കൂടി കാന്തപുരത്തിന്റെ കൂടെ കൂടിയാലുള്ള കോല, ജനങ്ങൾ കൂടാഞ്ഞിട്ടുള്ള കോല നമ്മൾ കാണുന്നില്ലല്ലോ.
ജനങ്ങളും കൂടി കൂടിയാലുള്ള കോലം എന്തായിരുന്നു? ഞാനും ലീഗ് തലേക്കേര് കുറച്ചാളുടെ എന്റെ മാതിരി ലീഗ് തടിമ കൂടിയ എല്ലാവരും ലീഗ് കൂടെ ഞാൻ ചില ലീഗ് തടിമ കൂടി ചില കൂട്ടുണ്ടാവും ഇങ്ങോട്ട് കൂടിയ ഞാനും മുഹമ്മദ് ഫൈസി മരിച്ചുപോയുള്ള പുറത്തു കൊടുക്കട്ടെ നാട്ടിക ഞങ്ങൾ പാർട്ടിയുടെ സമ്മതത്തോടെ മുഹമ്മദ് ഫൈസിയുടെ തിരൂർക്കാട്ട് വീട്ടിൽ നിന്നു സമസ്തയെ യോജിപ്പിക്കണമെന്ന് ആലോചിച്ചു. ഒരാളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് ആ മീറ്റിംഗ് പങ്കെടുത്ത് പയ്യന്നൂരിലെ പെരുമ്പയിലെ എസ് കെ അംസാജ്. പിന്നെ വേറെ ആരും കൂടി ഉണ്ട്, അത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഒരാൾ കൂടിയുണ്ട്, ചിലപ്പോൾ സാഹസിലുണ്ടോ എന്ന് അറിയില്ല. എന്നോട് ഈയിടെ പെട്ടെന്ന് കണ്ടു പറഞ്ഞു, അന്ന് ഞാനും ഉണ്ടായിരുന്നു അംസാജിക്കാന്റെ കൂടെ. അപ്പൊ ഞങ്ങൾ ഷെയ്ഖുന ശംസുല്ലമയെ കാണാൻ എന്നെ ചുമതലപ്പെടുത്തി, പാണക്കാട്ട് തങ്ങളെ കാണാൻ മുഹമ്മദ് ഫൈസിയെ ചുമതലപ്പെടുത്തി, മാനുസ്താദിനെ കാണാൻ നാട്ടികരെയും ചുമതലപ്പെടുത്തി. ഞങ്ങളെങ്ങനെ പിരിഞ്ഞു. ഷെയ്ഖുനയെ ഞാൻ കണ്ടു, യോജിപ്പിനെ പറ്റി സംസാരിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, എല്ലാം കേട്ടതിന് ശേഷം ഓക്കെ ഞാൻ സമ്മതിക്കുന്നു, പക്ഷെ എനിക്കിതിനൊക്കെ വയ്യ, ക്ഷീണിതനാണ്, നീ പാണക്കാട്ടേക്ക് പോയിക്കോളൂ. അവരെ ഒഴിച്ചു നിർത്തി ഒരു ചർച്ചയും വേണ്ട, അവരെ ഒഴിച്ചു നിർത്തി ഒരു ചർച്ചയും. ആ പറഞ്ഞൊരു വാക്കിന് അടിവരയാണ്. എത്ര വർഷം മുമ്പായത് പറയുന്നത്? 10-35 വർഷം മുമ്പ്. പാണക്കാട്ട് സാദാത്തുകളെ ഒഴിച്ചു നിർത്തി ഒരു ചർച്ചയും വേണ്ട, അവർ തീരുമാനിക്കട്ടെ.